സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആതിഥേയരായ കോഴിക്കോടിന് കിരീടം 938 പോയിന്റുകൾ നേടിയാണ് കോഴിക്കോട് ഒന്നാമത് എത്തിയത്. 918 പോയിന്റ് നേടി കണ്ണൂർ രണ്ടാം സ്ഥാനത്തെത്തി. കഴിഞ്ഞ തവണത്തെ ജേതാക്കളായ പാലക്കാടിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 916 പോയിന്റാണ് പാലക്കാടിന് ലഭിച്ചത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, എല്ലാ ഫലങ്ങളുടെയും അടിസ്ഥാനത്തിലാണോ ഇപ്പോഴത്തെ ഈ പോയിന്റ് പട്ടിക നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്? സമാപന ചടങ്ങ് എപ്പോൾ ആരംഭിക്കും? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ, മത്സരങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഏറ്റവും അന്തിമമായ കണക്ക് 938 പോയിന്റാണ് കോഴിക്കോട് നേടിയിരിക്കുന്നത് എന്നാണ്. വലിയ വ്യത്യാസത്തിൽ കണ്ണൂരിനെ കോഴിക്കോട് മറികടന്നിരിക്കുന്നു. 918 പോയിന്റാണ് കണ്ണൂരിനുള്ളത്. 20 പോയിന്റുകളുടെ വ്യക്തമായ വ്യത്യാസം കോഴിക്കോടിനുണ്ട്. മൂന്നാം സ്ഥാനത്ത് പാലക്കാടാണ്. നിലവിലെ ജേതാക്കളായ പാലക്കാടിന് 916 പോയിന്റ് മാത്രമേ നേടാൻ കഴിഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ വളരെ വ്യക്തമായ മാർജിന്, വ്യക്തമായ വ്യത്യാസത്തിൽ കോഴിക്കോട് ടീം കലാകിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. 4:30 വിക്രം മൈതാനത്തിന്റെ പ്രധാന വേദിയിൽ ചടങ്ങുകൾ ആരംഭിക്കും. വലിയ ആവേശമാണ്. ആവേശം അലയടിക്കുന്ന കാഴ്ചയാണ് നമുക്ക് പ്രധാന വേദിയിലെ സദസ്സിൽ നിന്ന് കാണാനാകുന്നത്. അലകടൽ പോലെ ആവേശമാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. അത്രത്തോളം വലിയ ജനപങ്കാളിത്തം ഈ കോഴിക്കോട് കലോത്സവ വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 10,000-ലധികം ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥാനത്ത് 20,000-ഓളം പേർ എത്തിയെന്നാണ് നമുക്ക് കണക്കാക്കാനാകുന്നത്. വലിയ ആവേശം. ഏതാണ്ട് 4:30 തന്നെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. വളരെ വ്യക്തമായ മാർജിനോടെ ആതിഥേയരായ കോഴിക്കോട് കലാകിരീടം ഉറപ്പിച്ചത് കോഴിക്കോടിന് വലിയ ആവേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങുകയാണ്. കലയുടെ മണ്ണിൽ കലോത്സവത്തിന് കലാശക്കൊട്ട്. കോഴിക്കോട് ഇപ്പോൾ കിരീടം നേടിയിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ കിരീട ജേതാക്കളായ പാലക്കാടിന് മൂന്നാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. അല്പസമയത്തിനകം സമാപന ചടങ്ങ് ആരംഭിക്കും. മത്സരങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. സമാപന ചടങ്ങിലേക്കും ദൃശ്യങ്ങളിലേക്കും വരാം. തൃശൂർ മറ്റത്തൂർ ഹൈസ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച സംഘനൃത്തം ഏറെ വ്യത്യസ്തത ഉള്ളതായിരുന്നു. കേരളത്തിലെ 14 ജില്ലകളെയും കോർത്തു ഇണക്കിക്കൊണ്ടായിരുന്നു അവരുടെ നൃത്തം. വൈറലായ ആ സംഘനൃത്തത്തിലേക്ക്.
നടുവിൽ നീ എത്തുന്നു ചോദിക്കുവാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലെ ഏറ്റവും കളർഫുള്ളായ മത്സരം തന്നെയാണ് എപ്പോഴും സംഘനൃത്തം എന്നത്. ഗ്ലാമർ മത്സര ഇനത്തിൽപ്പെടുന്ന ഒന്നാണ് ഈ സംഘനൃത്തം. സാധാരണ മോഹിനിയാട്ടം, ഭരതനാട്യം പോലെയുള്ള മത്സരങ്ങളുടേതുപോലെ പാരമ്പര്യത്തിൻ്റെതായ ശീലുകൾ പിന്തുടരേണ്ടതില്ല എന്നുള്ളതാണ് സംഘനൃത്തത്തിന്റെ പ്രത്യേകത. അവിടെ വേഷവിധാനങ്ങളിൽ ഉൾപ്പെടെ പ്രമേയങ്ങളിൽ ഉൾപ്പെടെ എപ്പോഴും വൈവിധ്യം പുലർത്താറുണ്ട്. അങ്ങനെ വൈവിധ്യം പുലർത്തുന്ന ഒരിനത്തിൽ ആണ് മറ്റത്തൂർ ഹൈസ്കൂളിലെ കുട്ടികൾ ഇത്രമേൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചത്. അതിന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. നമ്മോടൊപ്പം ചേരുന്നത് ഈ മത്സരത്തിൽ വളരെ വ്യത്യസ്തമായ, ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത ഒരു തീം അവതരിപ്പിച്ച ഒരു ടീമാണ് തൃശ്ശൂരിൽ നിന്നുള്ള മറ്റത്തൂർ സ്കൂളിലെ കുട്ടികൾ. ഒരു കാര്യം ഉറപ്പാണ്, ഇതുപോലൊരു നൃത്തം മറ്റാരും ഇവിടെ അവതരിപ്പിച്ച് കാണില്ല. കാരണം കേരളത്തിലെ 14 ജില്ലകളെയും തനതായ രീതിയിൽ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു നൃത്തമാണ് അവതരിപ്പിച്ചത്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം. വളരെ വ്യത്യസ്തമായൊരു ഡാൻസ് ആയിരുന്നു. ആരായിരുന്നു ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചത്? ഞങ്ങളുടെ മാഷായ അരുൺ നമ്പിലത്ത് ആണ് ഈ പാട്ട് ഇതായത്. എന്താ മാഷ് പറഞ്ഞു? ഇതിപ്പോ സബ് ജില്ല മുതൽ നിങ്ങൾ ഇതായിരിക്കുമല്ലോ അവതരിപ്പിച്ചത്. അതെ. മാഷ് എന്താ നിങ്ങളെ പഠിപ്പിച്ചത്? എന്താണ് ആദ്യം മാഷ് ഇതിനെ പറ്റി പറഞ്ഞത് നിങ്ങളോട്? മാഷി ശരിക്കും പറഞ്ഞ ഫോക്ക് സ്റ്റൈലാണ് കൂടുതൽ എടുക്കാറ്, ഫുൾ ഫോക്ക് സ്റ്റൈല്. പിന്നെ എപ്പോഴും അതല്ല എടുക്കണേ. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തപ്പോ പിന്നെ മാഷിന് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ എല്ലാ ജില്ലകളെയും കുറിച്ച്. അതാകുമ്പോ കാണണ സാധാരണ ജനങ്ങൾക്കും ഒരു ഇതുണ്ടാവല്ലോ. ഇത് ആദ്യം അവതരിപ്പിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആദ്യം അവതരിച്ചപ്പോ ഞങ്ങൾക്ക് ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു. നല്ല എല്ലാവരുടെയും ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ ഒരുപാട് ഡാൻസ് ഇതിനോടം കണ്ടു കഴിഞ്ഞു. നിങ്ങളെ പോലെ ഡാൻസ് ആരും അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ എന്താ തോന്നണത്? വളരെ സന്തോഷമുണ്ട്. മാഷി ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം എടുത്ത് തീം എടുത്തായിരുന്നു. നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പാടിയിട്ട് 2 സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമോ? കണ്ണൂര് ഇത് കണ്ണൂര് പാടണ കണ്ണൂര് ഇൻകുലാം 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 സിന്ദാബാദ് കണ്ണൂർ കെട്ടി മുത്തപ്പമ്മ കണ്ണൂര്. കേരളത്തിന്റെ ഒരു തനത് സംസ്കാരം, അതാണ് നിങ്ങൾ ഈ നൃത്തത്തിലൂടെ, അല്ലെങ്കിൽ തനത് രൂപമാണ് നിങ്ങൾ കാണിച്ചത്. ഇത് ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ ഒരു ധാരണ തോന്നിയിരുന്നു? പ്രത്യേകിച്ച് അങ്ങനെ ആദ്യം വരികളിലൊന്നും സാമ്യം ഉണ്ടായിരുന്നില്ല. സ്റ്റെപ്പുകൾ മാത്രം പഠിക്കായിരുന്നു. പിന്നെ അതിന്റെ വരികൾ മനസ്സിലാക്കി പഠിക്കാൻ മാഷ് പറഞ്ഞു തന്നു. അപ്പോഴാണ് ഓരോരോ കാര്യങ്ങൾ ഇന്ന വൃത്തിക്കാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഇതിന്റെ കൺസെപ്റ്റ് ഒന്ന് പിടികിട്ടിയത്. എനിക്കതൊരു വളരെ ഡിഫറെന്റ് ആയ സംഭവം അല്ലേ? വളരെ ഡിഫറെന്റ് ആണ്. ഞാൻ ഇത്രയും നാളായിട്ടും ഗ്രൂപ്പ് ഡാൻസിനൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പുതിയ തരത്തിലാണ് മാഷ് ഇങ്ങനെ ഒരു പുതിയൊരു വെറൈറ്റി ആയിട്ട് പാട്ട് തന്നത്. എന്താണെങ്കിലും കലോത്സവത്തിന്റെ വേദിയിൽ ഇത്രയും വ്യത്യസ്തമായ, ഇത്രയും യുണീക്ക് ആയിട്ടുള്ള ഒരു തീം കൊണ്ടുവരാനും അവതരിപ്പിക്കാനും കഴിഞ്ഞതിൽ നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മികച്ച ഗ്രേഡും മികച്ച ഇനിയുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. ഈ വൈകിയ വേളയിലും കലോത്സവ വേദിയിൽ ഞങ്ങളോടൊപ്പം ചേർന്ന മറ്റത്തൂരിലെ മിടുക്കികൾക്കൊപ്പം ക്യാമറമാൻ അഖിലോട്ട് പറക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാകെ നല്ലൊരു കേരള നാട്, ഒരു വീട്ടിലടുപ്പു പുകഞ്ഞ മറുവീട്ടിൽ പശയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞ ഓടി വരാൻ പലരുണ്ടാർന്നേ, ഒരു വെള്ളപ്പൊക്കം വന്ന ഒന്നായി നിൽക്കാനറിയാം, ഒരു മാറാവ്യാധി വന്നാൽ ഒന്നായി നിന്നോരല്ലേ, മരണം വീണ്ടും മരണം ഇവിടെ 14 പേർ
കേരള സ്കൂൾ കലോത്സവം പവേഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. SAP S/4HANA ഡിഫ ടാലി അംഗീകൃത കോഴ്സുകൾ ജിടെക്കിലൂടെ. മറ്റു വാർത്തകളിലേക്ക്. ഇലന്തൂർ ഇരട്ട നരബലിക്കേസിൽ ആദ്യ കുറ്റപത്രം കോടതിയിൽ. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. തമിഴ്നാട് സ്വദേശി പത്മ കൊല ചെയ്യപ്പെട്ട കേസിലാണ് കുറ്റപത്രം. പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി 89ാമത്തെ ദിവസമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി പോൾ, കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം, അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇതിൽ 150ഓളം, ഏതാണ്ട് 156ഓളം സാക്ഷികളാണ് ഇതിൽ ഉള്ളത്. ഒപ്പം തന്നെ 1500ഓളം പേജുകളുള്ള കുറ്റപത്രമാണ് കോടതി മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ അല്പസമയം മുമ്പാണ് കോടതിയിലെത്തി ഇത് സമർപ്പിച്ചത്. പ്രധാനമായും തന്നെ മനുഷ്യക്കടത്ത്, കൊലപാതകം, ഗൂഢാലോചന, മൃതദേഹം വികൃതമാക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് 3 പ്രതികൾക്കും എതിരെയും ചുമത്തിയിട്ടുള്ളത്. 3 പ്രതികൾക്കും കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ ഇതിനെ ആസ്പദമായ തെളിവുകൾ എല്ലാം തന്നെ അന്വേഷണം ശാസ്ത്രീയമായ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ങ്ങളുടെ ആദ്യ മൃതദേഹാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം, കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി, സ്ത്രീകളെ നരബലിക്കായി കൊണ്ടുപോയ വാഹനം തുടങ്ങിയ തെളിവുകളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പരമാവധി ശാസ്ത്രീയമായ തെളിവെടുപ്പാണ് ഇക്കാര്യത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ഈ എല്ലാ ഇതും പഴുതുകളും അടച്ചുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ പത്മയുടെ, ലോട്ടറി വിൽപ്പനക്കാരിയായ തമിഴ്നാട് സ്വദേശി പത്മയുടെ കൊലപാതകം സംബന്ധിച്ചുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അങ്കമാലി സ്വദേശി റോസ്ലിയുടെ അടക്കം ഇതിൽ അടുത്ത ഘട്ടത്തിലായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിലും ഈ 3 പേരും തന്നെയാണ് പ്രതികളായിട്ട് ഉള്ളത്. 2022 സെപ്റ്റംബർ 26-നായിരുന്നു കൊച്ചി നഗരത്തിൽ ലോട്ടറി വിൽപ്പനക്കാരിയായ പത്മത്തെ കാണാതായെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇലന്തൂർ ഇരട്ട നരബലിക്കേസുമായി ബന്ധപ്പെട്ട ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. കൊല്ലം ചിതറയിൽ വടിവാളും വളർത്തുനായിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച സജീവൻ പിടിയിലായി. പോലീസും നാട്ടുകാരും 6 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് സജീവനെ കീഴ്പ്പെടുത്തിയത്. ഷാനോസ് ഡേവിഡുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷാനോസ്, മണിക്കൂറുകളോളം പോലീസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു സജീവൻ. ഇദ്ദേഹത്തെക്കുറിച്ച് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക വൈകല്യമോ മറ്റോ ഉണ്ടോ? അഭിലാഷ്, 6 മണിക്കൂർ എന്നതിനേക്കാളുപരി കഴിഞ്ഞ 3 ദിവസമായി പോലീസിനെ വട്ടം ചുറ്റിച്ച് അല്ലെ നാട്ടുകാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കിയ ഒരാളെ പിടികൂടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിഞ്ഞാന്ന്, അതായത് വ്യാഴാഴ്ച രാവിലെയാണ് ഈ സജീവ് എന്ന് പറയുന്ന യുവാവ് ഒരു കയ്യിൽ വടിവാളും മറു കയ്യിൽ വളർത്തുനായുമായി അയൽവാസിയുടെ പുരയിടത്തിലും വീട്ടിലും കയറി വലിയ തോതിൽ സംഘർഷമുണ്ടാക്കിയത്. അതിനുശേഷം ഇന്നലെ ഇയാളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. അതോടുകൂടി പോലീസിനെതിരെ വലിയ തോതിൽ വിമർശനമുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് രാവിലെ 10 മണിക്ക് ശേഷം പോലീസ് സന്നാഹം സജീവിന്റെ വീടിനടുത്തെത്തുന്നത്. എന്നാൽ പോലീസിനെ കണ്ടതിന് പിന്നാലെ ഈ വീട് പൂട്ടി അകത്തേക്ക് കയറി നായ്ക്കളെ വഴിച്ചുവിട്ട സജീവിനെ പിടികൂടാൻ പല തരത്തിലും പോലീസും നാട്ടുകാരും ഒക്കെ ശ്രമിച്ചിരുന്നു. ഫയർഫോഴ്സ് അടക്കം വലിയ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കി. അതുപോലെ തന്നെ നായകളെ പരിശീലിപ്പിക്കുന്ന ആളുകളെ അടക്കമാണ് പോലീസ് ഇവിടെ എത്തിച്ചിരുന്നത്. എന്നാൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലും ഇയാളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ഒടുവിൽ ഏതാണ്ട് 3:30 കൂടിയാണ്, 3 മണിക്ക് ശേഷമാണ് ഈ സജീവനെ പിടികൂടാൻ കഴിയുന്നത്. പോലീസിനൊപ്പം നാട്ടുകാരും വീടിനകത്തേക്ക് ഇരച്ച് കയറി ഇയാളെ പിടികൂടി പുറത്തെത്തിക്കുകയായിരുന്നു. ഇയാളെയും മാതാവിനെയും അവിടെ നിന്ന് മാറ്റി. അതിനുശേഷം ഹോസ്പിറ്റലിൽ 2 പേരെയും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഏതായാലും രാവിലെ 10 മണിക്ക് ശേഷം തുടങ്ങിയ വലിയ തോതിലുള്ള ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം ചിതറയിൽ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല സമയത്തും 10 മണിക്ക് ശേഷം പല സമയത്തും പോലീസിനെതിരെയും നാട്ടുകാർക്കെതിരെയും ഭീഷണി മുഴക്കി പോലീസുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച സമയത്തൊക്കെയും
ഇയാൾ നായ്ക്കളെ വീടിനകത്ത് അഴിച്ചുവിട്ട് വീടിന്റെ ജനൽച്ചിലുകൾ തല്ലിപ്പൊട്ടിക്കുന്നു, അമ്മയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ സ്വന്തം കഴുത്തിലേക്ക് വടിവാൾ വെച്ചിട്ട് താൻ കഴുത്ത് മുറിച്ച് ആത്മഹത്യ എന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെയും കണ്ട് പോലീസ് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങി നിന്ന പോലീസുകാർ നാട്ടുകാർ ഒടുവിൽ സഹിയിട്ട് വീടിനകത്തേക്ക് ഇരച്ചു കയറി അയാളെ കീഴ്പ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത സജീവനെയാണ് നാട്ടുകാരുടെ കൂടി സഹായത്തോടെ പോലീസ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആന്വിറ്റി നിരക്കുകൾ പരിഷ്കരിച്ചു. പരിഷ്കരിച്ച ആന്വിറ്റി നിരക്കുകൾ പുതിയ ജീവൻ ശാന്തി പ്ലാൻ ജനുവരി 5 മുതൽ പ്രാബല്യത്തിലായി. ഉയർന്ന വിലയ്ക്കുള്ള പർച്ചേസിന് ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1000-ന് 3 മുതൽ 9 രൂപ 75 പൈസ വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.